MDMA കേസ് പ്രതി മുഹമ്മദ് ഹുസൈനുമൊത്തുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ചിത്രങ്ങൾ ആയുധമാക്കി പ്രതിപക്ഷം. പ്രതികളുമായി മുഖ്യമന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ ഇന്ന് മുഖ്യമന്ത്രിയുടെ പറവൂരിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. മുഖ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസം എറണാകുളം ലോ കോളേജിൽ SFI ബാനർ ഉയർത്തി പ്രതിഷേധിച്ചിരുന്നു. നവകേരള സദസ്സ് പ്രതിഷേധത്തിന് ശേഷമാണ് ഹുസൈനെ അറിയുന്നത് എന്നായിരുന്നു വി.ഡി. സതീശന്റെ മുൻ വിശദീകരണം. എന്നാൽ 2021 മുതൽ പ്രതിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഹുസൈൻ്റെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഉണ്ട്. TV പ്രസാദും സജോ ദേവസ്യയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം ആത്മവിശ്വാസത്തോടുകൂടി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. കാരണം തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ അതേപോലെ കിടക്കുകയാണ്. 2021 മുതൽ 26 ചിത്രങ്ങളും നിരവധി റീൽസും ഈ പറയുന്ന ഹുസൈൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിച്ചാൽ അദ്ദേഹം വി.ഡി. സതീശന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടാണ്. അത്രയധികം ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ, അതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകൾ സന്ദർശിക്കുന്നുണ്ട്, ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്, കൈപിടിച്ച് നടക്കുന്നുണ്ട്, തോളിൽ കൈയിടുന്നുണ്ട്. അത്ര വലിയ സൗഹൃദമുണ്ട്. അതൊരിക്കലും ഈ നവകേരള സദസ്സിന് ശേഷമോ ആ ഒരു സമയത്തോ തുടങ്ങിയ സൗഹൃദമല്ല എന്ന് വ്യക്തമല്ലേ പ്രസാദ്? ഷിഹാസ്, ശ്രുതി, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ഇന്നലെ മുഖ്യമന്ത്രി തൻ്റെ ഭാഗം വിശദീകരിക്കുകയാണ് ചെയ്തത്. ആ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ നവകേരള മാർച്ചിനിടെ ഉണ്ടായ ആ ലാത്തി ചാർജിൽ പരിക്കേറ്റതിന് ശേഷം ഒരു സാധാരണ പ്രവർത്തകൻ എന്ന രീതിയിൽ പോയി കണ്ടിരുന്നു. അതിനുശേഷമാണ് അങ്ങനെയൊരു ബന്ധം വളർന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായത്, പരിചയമുണ്ടായത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെങ്കിൽ 2023 ഡിസംബർ മാസം 18-നാണ്, നവംബർ മാസം 18-നാണ് തിരുവനന്തപുരം കാസർഗോഡ് നവകേരള മാർച്ച് കാസർഗോഡ് നിന്ന് പുറപ്പെടുന്നത്. പിന്നീടത് നവംബർ മാസവും കഴിഞ്ഞ് ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ചയാണ് കൊച്ചിയിലെത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഹുസൈൻ്റെ ഫേസ്ബുക്ക് പേജുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 2023 ഈ സമയത്ത് തന്നെ 2023 ഒക്ടോബർ 30 തന്നെ നിരവധിയായ ഫോട്ടോകളും റീലുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് അടുത്ത ബന്ധമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നവകേരള മാർച്ചിലുണ്ടായ സംഘർഷത്തെ തുടർന്നുള്ള ആ ഫോൺ വിളിയും അതുപോലെ തന്നെ അതിനുശേഷമുള്ള ബന്ധമല്ല എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാവുകയാണ്. അതിനു മുമ്പ് തന്നെ ബന്ധമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു സാധാരണ ആൾ വന്ന് ഫോട്ടോ എടുത്തു പോകുന്നത് പോലെയുള്ളതല്ല അവർ തമ്മിലുള്ള ബന്ധം എന്ന് ഇതിനകം തന്നെ വലിയ ചർച്ചയുമായിട്ടുള്ളതാണ്. അതിനിടയിലാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. അതിശക്തമായ ആ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കൊക്കെ പോകാനാണ് LDF-ഉം പ്രതിപക്ഷ യുവജന സംഘടനകൾ ഒക്കെ ആലോചിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഹുസൈനുമായി ബന്ധമുള്ള മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അത്ര വ്യക്തതയില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവിൽ വാർത്താ സമ്മേളനത്തിന് ശേഷം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഇതിലെന്തെങ്കിലും പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവുക. അന്നിനി കൂടുതൽ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്തായാലും ഹുസൈന് വി.ഡി. സതീശനുമായി നല്ല ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന, ഈ പറയുന്ന കാലത്തിന് മുമ്പ് തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും തന്നെയാണ് ഷിഹാസെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. വ്യക്തമാണ്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. സജോ ദേവസ്യ കൂടിയുണ്ട്. സജോയിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് സജോ. പ്രതിപക്ഷം എന്തായാലും വിഷയം ഏറ്റെടുത്ത് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. അതിൽ ഡിവൈഎഫ്ഐയുടെ മാർച്ച് ഇന്ന് പറവൂരിലെ വി.ഡി. സതീശന്റെ ഓഫീസിലേക്കുണ്ട്. എപ്പോഴാണ്, എങ്ങനെയാണ് പ്രതിഷേധങ്ങളുടെ നീക്കം? ശ്രുതി, ഷിഹാസ്, ഗുഡ് മോർണിംഗ്. അതായത് ഈ വിഷയത്തെ വലിയ രാഷ്ട്രീയ സമരമാക്കി മാറ്റാൻ ഏതായാലും ഇടത് യുവജന സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നേരത്തെ തന്നെ പ്രതിഷേധം ആരംഭിച്ചതാണ്. പെരുമ്പാവൂരിൽ അവർ ആദ്യഘട്ട പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചതാണ്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് പറവൂരിൽ വി.ഡി. സതീശന്റെ MLA ഓഫീസ് എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന പറവൂരിലെ ഓഫീസിലേക്കാണ് ഇന്ന് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ലഹരി മാഫിയ തലവനോ എന്ന ചോദ്യവും പ്രതിഷേധ മുദ്രാവാക്യവും ഉയർത്തിയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടി നടക്കുക. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫാണ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അത് കഴിഞ്ഞ് CPM-ന്റെയും തുടർന്ന് LDF-ന്റെയും ഒക്കെ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനുള്ള നീക്കവും ആലോചനയും ശ്രമവും ഒക്കെയാണ് LDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ഏതായാലും ബന്ധം സമ്മതിച്ച്, അതായത് രണ്ട് പ്രതികളെ അറിയാം
എന്ന് സമ്മതിച്ച് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ദുർബലമായ പ്രതിരോധമാണ് ഉയർത്തിയത്. അദ്ദേഹത്തിന് സമ്മതിക്കാതിരിക്കാൻ ഏതായാലും തരമില്ല. കാരണം ആ ബന്ധങ്ങളുടെ, പ്രത്യേകിച്ച് ഹുസൈനുമായുള്ള ബന്ധത്തിന്റെ ആഴവും ഒക്കെ വെളിവാക്കുന്ന നിരവധി തെളിവുകൾ, ദൃശ്യങ്ങളൊക്കെ ഇതിനകം പുറത്തു വന്നു. അതുകൊണ്ട് അത് സമ്മതിക്കാതിരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുകയില്ല, ബന്ധം സമ്മതിക്കാതിരിക്കാൻ കഴിയുകയില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലും താൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് എന്ന് കാട്ടി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കുറിപ്പുകൾ പങ്കുവച്ചിരുന്നു. ആ ഘട്ടത്തിലൊന്നും ആരും അത് നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുമായി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസുമായി അടക്കം അടുത്ത സൗഹൃദവും ബന്ധവും ഒക്കെ ഇയാൾ പുലർത്തിയിരുന്നു. അപ്പോൾ ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക ഘടകത്തിലെ ഒരു പ്രാദേശിക പ്രവർത്തകനോ നേതാവോ എന്നതിനപ്പുറത്തേക്കുള്ള വിപുലമായ സാധ്യതകൾ, ബന്ധങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. അത് എങ്ങനെ എന്ന സുപ്രധാനമായ ചോദ്യമുണ്ട്. അതിൽ നിന്ന് ഏതായാലും ഒഴിഞ്ഞു മാറുന്നുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം നവകേരള സദസ്സ് ഘട്ടത്തിൽ പരിചയപ്പെട്ട ഒരാൾ എന്ന ചോദ്യം നിലനിൽക്കുകയില്ല. കാരണം അപ്പോൾ മാത്രം പരിചയപ്പെട്ട് എങ്ങനെയാണ് ഇത്രയധികം അടുപ്പം, അതായത് ഔദ്യോഗിക വസതികളിൽ, അതുകൂടാതെ സ്വകാര്യ ഇടങ്ങളിൽ എല്ലായിടത്തും കയറി ചെല്ലാനും അത്രയും വലിയൊരു സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക സാധാരണ ഒരു പ്രവർത്തകൻ, അല്ലെങ്കിൽ നവകേരള സദസ്സിലെ ലാത്തിചാർജിൽ പരിക്കേറ്റത് കൊണ്ട് മാത്രം രൂപപ്പെട്ട ഒരു സൗഹൃദമാണെന്നൊക്കെ പറഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന പ്രസക്തമായൊരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ നവകേരള സദസ്സിൻ്റേത് മാത്രമല്ല, അതിന് മുൻപും ശേഷവുമൊക്കെ ഈ രൂപത്തിലുള്ള ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, MGM സ്കൂളിന് മുന്നിൽ പോലീസിന്റെ ലാത്തിചാർജ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിൽ, അതായത് അന്ന് സംസ്ഥാനത്തുടനീളം പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിൽ MGM സ്കൂളിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിനിടെ അതിക്രൂരമായ ലാത്തിചാർജ് എന്നൊരു ആരോപണം ആ ഘട്ടത്തിൽ ശക്തമായി ഉയർത്തിയിരുന്നില്ല യൂത്ത് കോൺഗ്രസ്. അതേസമയം മറ്റിടങ്ങളിൽ ക്രൂരമായ അതിക്രമം നടന്നു എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതല്ലാതെയുള്ള സംഘർഷമാണ് നടന്നിട്ടുള്ളതെങ്കിൽ അതിൽ കേസുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങളോടൊക്കെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പതിവ് വാർത്താ സമ്മേളനത്തിൽ മാത്രമായിരിക്കും, ക്യാബിനറ്റ് ബ്രീഫിംഗിന്റെ ഭാഗമായുള്ള പതിവ് വാർത്താ സമ്മേളനത്തിൽ മാത്രമായിരിക്കും മുഖ്യമന്ത്രി എന്തെങ്കിലും മറ്റൊരു വിശദീകരണത്തിന് തയ്യാറാവുക എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതുന്നത്. ഏതായാലും പ്രതിപക്ഷം ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമരം, പ്രത്യേകിച്ച് DYFI അടക്കമുള്ള യുവജന സംഘടനകൾ, പ്രതിപക്ഷ യുവജന സംഘടനകൾ അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമരമായി ഏറ്റെടുക്കുകയാണ്. യെസ്, വ്യക്തമാണ്. സജു ദേവസിയും TV പ്രസാദുമാണ് വിശദാംശങ്ങൾ നൽകിയത്.